പരിയാരം എംബേറ്റിൽ മേൽപ്പാലം അനുവദിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരം ശക്തമാക്കാനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ ഓഫീസിന് മുൻപിൽ ഈ മാസം 11-ന് ധർണ നടത്തുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ വഴിതടയൽ ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാൻ ആക്ഷൻ കമ്മിറ്റി നിർബന്ധിതമാകുമെന്നും മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി ധർണ ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുന്നോടിയായി കാൾടെക്സ് കേന്ദ്രീകരിച്ച് പ്രകടനവും ഉണ്ടാകും. 2 വർഷത്തോളമായി എംബേറ്റിലെ ജനങ്ങൾ ഹൈവേ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി എംബേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി വിവിധങ്ങളായ സമരപരിപാടികൾ നടത്തിവരികയാണ്. ഈ ആവശ്യവുമായി രാഷ്ട്രീയ കലാ സാംസ്കാരിക മതസ്ഥാപനങ്ങൾ കൂട്ടായും അല്ലാതെയും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളെയും സംസ്ഥാന കേന്ദ്രമന്ത്രിമാരെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായും പലതവണ ബന്ധപ്പെട്ടുവെങ്കിലും മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്തതിനാലാണ് പ്രക്ഷോഭം ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചത്. അതേസമയം ഈ വിഷയം രാജ്യസഭാംഗം ഡോക്ടർ വി ശിവദാസൻ MP കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആക്ഷൻ കമ്മിറ്റിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സമരവുമായി മുൻപോട്ടു പോകാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ഈ തമ്പാൻ PV ഗോപാലൻ, K സുഗതൻ, K സഹജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് എംബേറ്റ്. അവിടെ അടിപ്പാതയോ മേൽപ്പാലയോ നിർമ്മിക്കാത്തതിൻ്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ എംബേറ്റ് ജംഗ്ഷനിൽ, അതായത് തളിപ്പറമ്പ് വിട്ടാൽ യാത്രക്കിടയിലുള്ള ഏറ്റവും വലിയൊരു ജംഗ്ഷനായിരുന്നു എംബേറ്റ്. അവിടെ നിരവധിയായ സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അമ്പലങ്ങൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ശ്മശാനങ്ങൾ, വിവിധങ്ങളായ മെഡിക്കൽ കോളേജ്, അതോടൊപ്പം ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു ജംഗ്ഷനാണ് എംബേറ്റ്. എംബേറ്റ് എന്ന് പറയുന്നത് വളരെ കാലം മുമ്പ് തന്നെ ഒരു കച്ചവട കേന്ദ്രം തന്നെയായിരുന്നു, പലചരക്കുകളുടെ കേന്ദ്രമായിരുന്നു. അതോടൊപ്പം തന്നെ പരിയാരത്തിൻ്റെ അറ്റത്ത് കിടക്കുന്നതും മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് കിടക്കുന്നതുമായ ഒരു ജംഗ്ഷനാണ് എംബേറ്റ്. അതോടൊപ്പം കടന്നപ്പള്ളി പഞ്ചായത്ത്, ചെറുതാഴം പഞ്ചായത്ത്, ഏഴോം പഞ്ചായത്ത്, ഇത് മൂന്നിൻ്റെയും തൊട്ടടുത്ത് അത് ചേർന്ന് കിടക്കുന്ന അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾക്കും കൊടുത്തിട്ടുണ്ട്, NH ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികൾക്ക് കൊടുത്തിരുന്ന നല്ലൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അവരുടേതായ പരിമിതികൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. എന്നാൽ NH അതോറിറ്റിയിൽ നിന്നും നിരന്തരമായി നമ്മൾ പരാതി കൊടുക്കുമ്പോഴും അവർ നിരുത്തരവാദമായ ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പരാതി അവിടെ നിവേദനം നൽകിയാലും അവർ ഒരേ മറുപടി, അതിന് ചിലപ്പോൾ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ള ഒരു നിവേദനമാണ് അവർ തരുന്നത്. അവർ ഇതുവരെ നമ്മൾ കൊടുത്ത പരാതിയെക്കുറിച്ച് അന്വേഷിക്കുകയോ അത് പരാതി ആരാണോ കൊടുത്തത് അവരുടെ സൈറ്റിൽ വന്നത് സ്ഥലം പരിശോധിച്ച് ഞങ്ങൾ പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നതിനെക്കുറിച്ച് അതിൻ്റെ തെറ്റാണോ എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തണ്ടേ. അവർ ആ ഓഫീസിലിരുന്നിട്ട് കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്ന് ഇതാണ് സ്ഥലം, ഇവിടെ അടിപ്പാതയോ മേൽപ്പാതയോ പണിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവർ സൈറ്റ് സന്ദർശിച്ച് ഞങ്ങളെ അടക്കം വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് ഒരു ചർച്ച ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, അവർ എഞ്ചിനീയർമാർ വന്നിട്ട് പറയണ്ടേ ഇന്നത് തടസ്സമുണ്ടെന്ന്. ഞങ്ങളുടെ കൂടെയും എഞ്ചിനീയർമാരുണ്ട്, ഞങ്ങൾ വർക്കേഴ്സ് ഉണ്ട്, ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ അവരോട് നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിയണമായിരുന്നു. അതൊന്നും സാധിക്കാതെ കൃത്യമായ ഒരു മറുപടി തരാതെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പയ്യാവൂരിനെ ഇളക്കിമറിച്ച് ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം. അതെ, ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം. ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല. വിശാലമായ കളക്ഷൻ, ഈസി EMI, മികച്ച ഗുണനിലവാരം, ആകർഷകമായ ഓഫറുകൾ, ഹൃദ്യമായ സർവീസ്, ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ്. ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ്, കാക്കത്തോട്, പയ്യാവൂർ.